Hallelujah.
ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്താൽ യേശുവസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശുവിൽ നിർഗളിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ യേശുവസ്ത്രത്തിൽ യേശുവിൽ നിർഗളിച്ചൊരു പരിശുദ്ധാത്മാവേ. ചങ്ങലയായ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ച് പരിശുദ്ധാത്മാവേ. ചങ്ങലയായ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ച് പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 അപ്പോസ്തലന്മാരായ പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അപ്പോസ്തലന്മാരായ പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഈശോയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ ഒരുക്കിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് സുന്ദരരാജൻ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ കടവിള ഇടവയിൽപ്പെട്ട അംഗമാണ്. ഞാൻ ഒരുപാട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലുടനീളം സംഭവിച്ച ഒരുപാട് അനുഗ്രഹങ്ങളും കർത്താവ് എന്നെ രക്ഷിച്ച സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്.
ആദ്യമായിട്ട് ഞാൻ പറയുന്നതൊരു ഏതാനും 2 മാസത്തിന് മുമ്പേ സംഭവിച്ച കാര്യമായിരുന്നു. ഞാൻ കുറേ നാളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് തിരുപ്പൂരിൽ കുറച്ച് നാൾ നിൽക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എനിക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ ഒട്ടും പറ്റാത്ത വിധം ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുകയും ശരീരം പൂർണ്ണമായി വിറയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ നിയോഗം പോലെ ഞാൻ എവിടെ പോയിരുന്നാലും കാശുരൂപം എൻ്റെ കയ്യിൽ കരുതുമായിരുന്നു. ഞാൻ ഉടൻ തന്നെ അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, എങ്കിലും ആദ്യം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യും, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കും. അമ്മ മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ ആയിരുന്ന ആ റൂമിൽ ഈശോയുടെ ഒരു സ്വരൂപവും അതിനോടൊപ്പം ഒരു കുരിശും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ അത് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുറേ വൈറൽ ഫീവറിൻ്റെയും മറ്റ് രോഗങ്ങളുടെയൊക്കെ ചെക്കപ്പ് നടത്തി. ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് രാത്രി എന്നെ CT സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എടുക്കാൻ പോയി. അപ്പോൾ തന്നെ ഞാൻ കാശുരൂപം എടുത്ത് ഉടമ്പടി തൈലമെല്ലാം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പൂശിയിട്ടാണ് ഞാൻ ഈ CT സ്കാൻ എടുക്കാനായിട്ട് പോയത്. CT സ്കാനെല്ലാം എടുത്ത് അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് അസാധ്യമായതൊട്ടൊന്നുമില്ല എന്ന് ഞാൻ പറയുകയും അങ്ങനെ ഈശോ അന്ന് രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ കട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ എപ്പോഴും കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഈ കട്ടിൽ പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഒരവസ്ഥ. ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ വീണു പോയല്ലോ, ഇപ്പോൾ ഞാൻ കട്ടിലും താഴെ വീണു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് കേട്ടൊരു ശബ്ദമാണ്, പിന്നെ നിനക്ക് സുഖം പ്രാപിക്കണ്ടേ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ തന്നെ സിസ്റ്റേഴ്സ് വന്നു. അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡിൻ്റെ അനലൈസിങ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുത്തിട്ട് പോയി. അവർ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അത് CT സ്കാനിൽ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൻ്റെ വലത് ചെസ്റ്റ് കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ 2 കിഡ്നിയും സാധാരണതിലധികം വീർത്ത് 2 കിഡ്നി ഇൻഫെക്ഷനായി. ഞാനൊരു മെഡിസിനും റെഗുലർ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് അമിതമായ അളവിൽ ഷുഗറും ക്രിയേറ്റിൻ വർദ്ധിക്കുകയും അങ്ങനെ യൂറിക് ആസിഡ് അമിതമായി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ അല്പം മോശമാണ്. ഡോക്ടർ പറഞ്ഞു ചിലപ്പം വീണ്ടും ICUയിലേക്ക് പോകേണ്ടി വരുമെന്ന്. അന്ന് തന്നെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് 2-3 പോയിൻ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞു ചികിത്സയിൽ 7 ദിവസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായിരിക്കുകയും പൂർണ്ണമായി കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് സാധിച്ചു. വളരെ മോശമായ അവസ്ഥയിലായിരുന്നു, പറയാൻ പറ്റാത്ത വിധം മോശമായ അവസ്ഥയിലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല, നടക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലും ദൈവകൃപയാൽ എന്നെ ഉയർത്തി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനൊരു 7 വർഷത്തോളം എൻ്റെ ഉദരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും അസ്വസ്ഥതയും, എന്ത് കഴിച്ചാലും ഉടനെ ശബ്ദമുണ്ടാകുകയും ഇങ്ങനെ പൊളിച്ച് കയറുന്നത് പോലെയുള്ള അസ്വസ്ഥത എനിക്ക് എപ്പോഴും തോന്നുകയും വയറിങ്ങനെ അമിതമായി വീർക്കുകയും ചെയ്യും. അപ്പോൾ പല സുഹൃത്തുക്കളും പറഞ്ഞു ഒരു നല്ല ടെസ്റ്റ് നടത്തണമെന്ന്. അങ്ങനെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും എല്ലാം എടുത്തു. അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും അതിന് ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രഭാതത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതിനോടൊപ്പം തേനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരമായി കഴിക്കുകയും ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന സർവ്വരോഗങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ അതിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തി കരയറ്റി. അതിനുശേഷം മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാട് അകപ്പെട്ടു പോയി. കാരണം കുറച്ച് സഹകരണ ബാങ്കുകളിലൊക്കെ കുറച്ച് ക്യാഷ് നിക്ഷേപിക്കുകയുണ്ടായി. ആ ക്യാഷൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ ആയപ്പോഴത്തേക്ക് ഞാൻ മകളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ പഠിക്കാൻ ഫീസ് കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പരീക്ഷ അടുത്ത് വന്നപ്പോഴതുവരെയും എനിക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല. 19 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ഒരു ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ, എക്സാമിന് ഇരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു.
എൻ്റെ കയ്യിലാണെങ്കിൽ ഏതാനും 7 ലക്ഷം രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ പൈസ എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല, ഒരു ലക്ഷ്യവുമില്ല. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും ഈശോയുടെ സാമീപ്യം ഉള്ളത് കൊണ്ട് മനസ്സിലൊരു ധൈര്യമുണ്ടായിരുന്നു. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റായി. അന്നേ ദിവസം 10 മണി വരെയും എനിക്കൊരു ലക്ഷ്യവുമില്ല. എൻ്റെ കയ്യിലുള്ള ഈ 7 ലക്ഷം രൂപ, 7 ലക്ഷം സംതിങ് എത്ര മാത്രമേ ഉള്ളൂ. മറ്റ് ഈ 19 ലക്ഷം രൂപ അടച്ചാൽ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് മാനേജർ ഫോണിലൂടെ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ 10 മണിക്ക് ശേഷമാണ് ഞാൻ ചേച്ചിയുടെ അടുത്തും എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ അടുത്തും പൈസ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ചോദിക്കുകയുണ്ടായി. അവരൊരു മടിയും കൂടാതെ തന്നെ ദൈവമാതാവിൻ്റെ ഈശോയുടെയും സഹായത്തോടെ കൃപയോടെ അവരെനിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണയം വെച്ചും അവരുടെ കയ്യിൽ നിക്ഷേപമായിട്ടുണ്ടായിരുന്ന പൈസയും പൂർണ്ണമായി എനിക്ക് എടുത്തു തരികയും വീണ്ടും കുറച്ച് 2 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്നു. അത് ഞാൻ വേറൊരു സുഹൃത്തിനെ അപ്പോൾ ഫോൺ വിളിച്ചതിന് ഞാനിങ്ങനെ ഒരു കണ്ടീഷനിലാണെന്ന് പറഞ്ഞു. ആ സുഹൃത്തും ഒരു മടിയും കൂടാതെ തന്നെ ആ ക്യാഷ് അപ്പോഴത്തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരികയും ഏകദേശം 3 മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് 19 ലക്ഷം രൂപ എത്തിച്ചേർന്നു. ഞാൻ അവിടെ തന്നെ ബാങ്കിൽ നിന്നുകൊണ്ട് ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്ത് NEFT-യിലേക്ക് ഫോം ഫില്ല് ചെയ്ത് കോളേജിലേക്ക് അയക്കുകയും 19 ലക്ഷം രൂപ. അപ്പോൾ മകൾ പറഞ്ഞു, പപ്പ എല്ലാ കുട്ടികളും ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് പോയി, ഞാനിപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ പേടിക്കണ്ട, കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ദൈവം നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫീസ് NEFT വഴി അടയ്ക്കുകയും അപ്പോഴത്തേനെ എൻ്റെ സ്ക്രീൻഷോട്ട് മാനേജർക്ക് അയക്കുകയും വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്തു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി മകൾക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി കാണിച്ചിട്ട് മകൾ പോയി അവിടെ HR-ൽ പോവുകയും അവിടെ നിന്ന് അവരുടൻ തന്നെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവമാതാവും ഈശോയും ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കും. മനുഷ്യനായ നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ബോധ്യം കർത്താവ് നൽകി. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിലേക്ക് മകളെ ഹോസ്റ്റലിൽ വിടാനായിട്ട് ഞാനും ഫാമിലിയായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, കഴക്കൂട്ടം ബൈപ്പാസ് വഴി പോകുമ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ വേറൊരു മിനി ലോറി വേറൊരു ട്രാവൽസിനെ ചേസ് ചെയ്ത് പോവുമായിരുന്നു. ഞാൻ എൻ്റെ ഏതാനും 10 മീറ്റർ തൊട്ട് പിന്നിലെ വാഹനം ഞാനായിരുന്നു. ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ആ വണ്ടി ഒരു ഭാഗത്തേക്ക് ചെരിയുകയും ഞാൻ സിനിമയിൽ പോലും കാണാത്ത വിധം ആ 2 സൈഡിലെ വീലിലും മാത്രമാവുകയും ആ വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് വീണ്ടും ഡിവൈഡറിൽ പോയി തട്ടി തിരിച്ചു വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വളരെ ചെറിയ നാരോ സ്പേസിലൂടെ എൻ്റെ മകളും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. വൈഫ് വിളിക്കുകയായിരുന്നു. മകൾ പറഞ്ഞു, പപ്പ സ്പീഡ് കൂട്ടിക്കോ എന്ന്. അങ്ങനെ ഞാൻ വളരെ സ്പീഡ് കൂട്ടി. ആ വളരെ ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടെ ഞാൻ ആ സർവീസ് റോഡിലേക്ക് വീഴാതെ, വളരെ ആഴത്തിലായിരുന്നു സർവീസ് റോഡ്, ആ സർവീസ് റോഡിലേക്ക് വീഴാതെ ദൈവം അന്ന് രക്ഷിച്ചു. അമ്മ മാതാവും അന്നേ ദിവസം ഒരു പ്രത്യേകത വെച്ചാൽ, ഞാൻ ഈ മകളെയും കൊണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയതിന് ശേഷമായിരുന്നു നമ്മൾ ആ യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആ പ്രാർത്ഥനകളിൽ കൃത്യമായി പോകുമ്പോൾ ഈശോ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുമെന്ന് ഉള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. സർവീസ് റോഡിലേക്ക് പോയി വീഴുന്നാൽ പിന്നെ ഞങ്ങളുടെ ആ കുടുംബം തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു നിലയിലേക്ക് വലിയ താഴ്ന്ന സ്ഥലത്താണ് ബൈപ്പാസിൻ്റെ സർവീസ് റോഡ്. അതിൽ നിന്ന് ഈശോ ഞങ്ങളെ രക്ഷിച്ചു. കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്ന് പത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മടിയും കാണിക്കാതെ അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിനെ കൃത്യമായി 4ആയിട്ട് മടക്കി കൃത്യമായിട്ട് എല്ലാ പേപ്പറും എടുത്ത് മടക്കി മേശപ്പുറത്ത് വെച്ച് മടക്കി കൃത്യമായിട്ട് വച്ചതിന് ശേഷം ചിലപ്പോൾ കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ എന്ത് ചെയ്യുന്ന വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ അച്ഛൻ്റെ നിർദ്ദേശം പോലെ ഞാൻ കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കാറില്ല, പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഞാൻ ഇങ്ങനെ പത്രങ്ങൾ കൊടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. ആരെങ്കിലും പത്രം വാങ്ങാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ പത്രം കൊടുക്കുകയില്ല. പത്രം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ അടുത്ത് ഇവിടെ വരാനുള്ള ആ വഴിയും മറ്റ് നിർദ്ദേശങ്ങളുമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ ചേർന്ന്
ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുക മാത്രമല്ല അവിടെയുള്ള അപ്പച്ചൻ അമ്മച്ചിമാരുടെ കൂടെ ആരും സംസാരിക്കുവാൻ ഇല്ലാത്ത ആളുകളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ വിശേഷങ്ങൾ, ആ ആഴ്ചകളിൽ സംഭവിച്ച എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും. അവർക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്തൊക്കെയാണോ കുറവുള്ളതെന്ന് അവിടുത്തെ ഇൻചാർജിനെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി അത് അവർക്ക് കൊടുക്കും, ഷെയർ ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം മടങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഞാനും വൈഫും ഈ രോഗീ സന്ദർശനം നടത്താറുണ്ട്. കുടുംബ യൂണിറ്റുകളിലൊക്കെ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കും. പിന്നെ വാർദ്ധക്യത്തിമായിരിക്കുന്നവർക്ക് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ആരും അവശനായി വരുന്ന ആളുകളെ കണ്ടാൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ചിലപ്പോൾ പൊതിച്ചോറ് വാങ്ങിക്കൊടുക്കും. എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. അപ്പോൾ മരുന്നിന് പൈസയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ അവശത. അപ്പോൾ ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ പൈസ സഹായിക്കുകയും മരുന്ന് വാങ്ങാനായിട്ട് സഹായിക്കും. ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം, ചായയാണ് ആവശ്യമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അവശരായി കണ്ടാൽ അവർക്ക് ഭക്ഷണപ്പൊതി വാങ്ങിക്കൊണ്ട് കൊടുക്കും. പിന്നെ ഞാനും വൈഫുമായിട്ട് ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞായറാഴ്ചകളിൽ വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ലൊരു നവമായ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചു. അതിനു മുമ്പേ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല, മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അധികമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും പ്രവർത്തിക്കുവാനുള്ള തീക്ഷ്ണതയുണ്ട്. കുടുംബജീവിതത്തിലും കൃത്യമായ പ്രാർത്ഥന, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം മുമ്പിലൊക്കെ ആണെങ്കിൽ കുടമ്പടിക്ക് മുമ്പിൽ എനിക്ക് പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും, യാത്രയിലായിരുന്നാലും, വാഹനത്തിലായിരുന്നാലും, ആ സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നാൽ പോലും അലാറം വെച്ച് രാവിലെ പ്രഭാതത്തിൽ തന്നെ 5:30 എണീറ്റ് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങിൽ എവിടെയായിരുന്നാലും അതും സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങാതെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളൊരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ, ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ, ഈശോയെ വിശ്വസിച്ച് ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എവിടെയായിരുന്നാലും ഈശോയും അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ നടക്കുന്നു. നിങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മുടെ മുമ്പേ നടക്കും. മുമ്പേ അല്ല, ഞങ്ങളുടെ കൂടെ നടക്കും, കൈ പിടിച്ച് നടക്കും. എവിടെ പോയാലും എന്ത് ആവശ്യത്തിന്, ചെറുതും വലുതുമായ എന്ത് ആവശ്യത്തിന് പോയിരുന്നാലും കർത്താവ് അവിടെ ഉയർത്തി നിർത്തും, എല്ലാവരുടെയും മുമ്പിൽ നിർത്തും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. ഇനിയും എനിക്ക് 1-2 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് വരും. ദൈവം അതിനു വേണ്ടിയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളെയും അവിടെ നിന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈശോയുടെ ഈ തിരുമുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളോടും ഈ സാക്ഷ്യം, എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇടയായ കൃപയ്ക്കായി ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 29-ാം തീയതിയാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ ഇടയായത് യൂട്യൂബിൽ കൂടെയാണ് ഞാൻ ഇത് കാണുന്നത്, ഈശോയുടെ ഇവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായത്. വളരെ പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും ദൈവം തിരുമനസ്സായപ്പോൾ മാത്രമാണ് എനിക്കിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി ജീവിതത്തിലായിരിക്കുവാനും സാധിച്ചത്. ഈശോയ്ക്കും മാതാവിനും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. എൻ്റെ പേര് അഞ്ജു ജോജോ. ഞാൻ സെൻറ്റ് ജോർജ് കോതമംഗലം കത്തീഡ്രൽ ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018-ലായിരുന്നു. ഞാൻ അന്ന് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കാലുവേദന മാറാനും, രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിവാഹം നടക്കാനായിരുന്നു. എൻ്റെ വിവാഹം നടന്നു. ഞാൻ വിവാഹ സമയത്ത് ഞാൻ ഹിന്ദു പിന്നീട് ഞാൻ മാമോദിസ സ്വീകരിച്ച് ഈ രീതിയിലേക്ക് ജീവിച്ചു പോന്നു. എനിക്ക് രണ്ട് കുട്ടികളായി. ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. 2012 മുതൽ ഞാൻ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഫിറ്റ്സ് വന്നപ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എൻ്റെ അവസ്ഥ. രണ്ട് പ്രസവത്തിലും എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു കുട്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് മൂന്നാമത് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയമായിരുന്നു. 2 പ്രാവശ്യം ഫിറ്റ്സ് വന്നതാണ്. മൂന്നാമത് എന്താവും, 2 സിസേറിയൻ ആയിരുന്നു. മൂന്നാമത് എന്താവുമെന്നുള്ളൊരു നല്ലൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ മൂന്നാമത് കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ 3-ാം മാസം സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ
നന്നായി പ്രാർത്ഥിച്ചു. കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് കുഞ്ഞിനെ വേണം, സിറ്റ്സ് അവിടെ നിന്നോട്ടെ, വലിയ പ്രശ്നമില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രണ്ടാമത് എന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇന്നത്തെ സ്കാനിങ് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ സിസ്റ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിൽ പിന്നത്തെ സ്കാനിങ്ങിലെ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് 10 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര കഠിനമായ അവസ്ഥയായിരുന്നു. എൻ്റെ തലമുടി എനിക്ക് തല നിറച്ച് മുടിയായിരുന്നു. എൻ്റെ ശരീരം മുതൽ എൻ്റെ ശരീരം പുറം ഒരു കുഴി പോലെയായിരുന്നത്, നിറച്ചും തുള വീണ് ഒരു മനുഷ്യനടക്കില്ലാത്ത അതുപോലെ സ്മെല്ലായിരുന്നു എൻ്റെ ശരീരത്തിൽ മുഴുവനും. അന്ന് എന്നെ പൂർണ്ണമായി നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുണ്ടായിരുന്നില്ല, ഒരു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ അസുഖം മാറുന്നുണ്ടായിരുന്നില്ല. മൂന്നാമതൊരു കുഞ്ഞായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ അനസ്തേഷ്യ തരുന്ന ഭാഗത്താണ് ആ സിസ്റ്റിൻ്റെ ഇതിൻ്റെ സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ ഒരു പൊത്തെന്ന് പറയാം. അപ്പോൾ അതിലൂടെ അനസ്തേഷ്യ തരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം മൂന്നാമതും സിസേറിയൻ വേണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം ഞാൻ മാതാവിനെ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. മാതാവിനെ ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സിസേറിയൻ്റെ തലേദിവസം വരെ എനിക്ക് തീരെ വയ്യായിരുന്നു, മിക്ക ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എനിക്ക് ഇന്നത്തെ ഇതിലെനിക്ക് സിസേറിയൻ തന്നെയാണ് എങ്കിൽ കൂടി ഇനി എനിക്കൊരു ഫിറ്റ്സ് വരരുത്. അത് എൻ്റെ സോറിയോസിസും ഭയങ്കരമായ കഠിനമായ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ പുറത്ത് തേച്ചു. പുറന്ന് പറയാനില്ല, അത്രത്തോളം വികൃതമായി ചോരയും പഴുപ്പും മാത്രം ഉണ്ടായിരുന്നു. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നില്ല. പക്ഷെ ഞാൻ ഈ വേദന ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചാരി ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് കിടക്കാൻ പാടില്ല, കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് ഊരിയെടുക്കാൻ പാടാം. രാത്രി പകൽ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നീറ്റിലുണ്ടായിരുന്നു. എന്നാൽ കൂടി ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും അറിയില്ല ഇത്രയും വലിയ അസുഖം എനിക്കുണ്ടെന്ന്. പിന്നെ തലമുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ കയറി തുടങ്ങി. കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ. എൻ്റെ നെറ്റിയോളം ഉണ്ടായിരുന്നു. ഈ സോറിയാസിസ് വന്ന് തലമുടിയിൽ മൊത്തം വ്രണമായിട്ട് തലയിൽ കൂടി ചോര ഒഴുകി തുടങ്ങിയ അവസ്ഥ വന്നു. അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥന കൂട്ടി തന്നെ ഇരിക്കുമ്പോഴേക്ക് ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞെട്ടി തൊടുമ്പോൾ ബാലൻസ് വന്നത് തലയിൽ തൊടുമായിരുന്നു. അങ്ങനെ തലമുടിയിലുണ്ടായിരുന്നതെല്ലാം എനിക്ക് പയ്യെ മാറി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി അനസ്തേഷ്യ തന്നെങ്കിൽ പുറത്തുള്ള അത് മാറണമെന്ന് പറഞ്ഞു. പെട്ടെന്നൊന്നും മാറില്ല, സോറിയാസിസ് രോഗം ഒരിക്കലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പാടില്ല എന്നൊരു സകലമാന ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് എൻ്റെ പുറത്ത് തേച്ചു. എനിക്ക് പോലും അറിയാൻ പാടില്ല എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു പാട് പോലും എൻ്റെ ശരീരത്തില്ല. കാരണം എനിക്ക് സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ അസുഖമായിരുന്നു അത്. ഏറ്റവും വലിയ സോറിയാസിസ് ആയിരുന്നു. കാരണം എല്ലായിടും കുഴിയായിരുന്നു. ബ്ലഡ് മാത്രം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അതുപോലെ വ്രണമായിരുന്നു. 3 ദിവസം ആണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. പൂർണ്ണമായും സോറിയാസിസ് മാറ്റി തന്നു. പിന്നെ 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എൻ്റെ 10 വിരലും കയ്യിലെയും കാലിലെയും വളഞ്ഞതാണ് വിരലുകൾ. കാരണം ആർത്രൈറ്റിസ് വന്നതാണ്. നടക്കാൻ കൂടി എനിക്ക് വയ്യ. 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ആ തിരിച്ച് വന്ന അന്ന് മാറിയതാണ് എൻ്റെ ആർത്രൈറ്റിസ്. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ തലമുടി നിറച്ചും പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 125 പേർക്കുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ 5 ചേട്ടത്തി അനിയത്തിമാർ, എൻ്റെ ആങ്ങള, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. എന്നോട് കൈ നീട്ടാൻ ഞാൻ അവസരം കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ സാമ്പത്തിക സഹായം എൻ്റെ കൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പത്രം കൊടുക്കും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും, റോഡ് സൈഡിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് കാണുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ അസുഖങ്ങൾ തന്നെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും എനിക്ക് ഇത്രയും അസുഖമുണ്ടായിരുന്നു, ഞാൻ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.